തിരുവനന്തപുരം നെടുമങ്ങാട് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. അജിത്ത്, നൌഫൽ, സച്ചിൻ എന്നിവരാണ് പിടിയിലായത്. അഴീക്കോട് സ്വദേശി മുനീറിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിന് പിന്നിൽ മുൻ വൈരാഗ്യമെന്ന് പോലീസ്. തൃശൂർ കണ്ടശാങ്കടവിൽ നിന്ന് ഓൾ ഇന്ത്യ പര്യടനം കാറിൽ പൂർത്തിയാക്കിയെത്തിയ മോർണിംഗ് ഹെൽത്ത് ക്ലബ് മെമ്പർ വൈജു ചിറയത്തിന് ക്ലബിന്റെ ആദരം. ക്ലബ് പ്രസിഡന്റ് ലിബിൻസൺ തോണത്ത് ഉപഹാരം നൽകി ആദരിച്ചു. തൃശൂർ അഴീക്കോട് നിരോധിത പെലാജിക് വല ഉപയോഗിച്ച് അനധികൃത മീൻ പിടിച്ച ബോട്ട് പിടിച്ചെടുത്തു. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് സംഘമാണ് ബോട്ട് പിടിച്ചെടുത്തത്. ബോട്ടിന് 2 ലക്ഷം രൂപ പിഴ ചുമത്തി. എറണാകുളം പള്ളിപ്പുറം സ്വദേശി ഡിക്സന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രണ്ട്സ് എന്ന ബോട്ടാണ് പിടിച്ചെടുത്തത്. മലപ്പുറം മാറാക്കരയിൽ റെഡ് സ്റ്റാർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഹോം കെയറിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കാനൊരുങ്ങി ഭാരവാഹികൾ. രണ്ടാമതൊരു ഹോം കെയർ യൂണിറ്റ് ആരംഭിക്കുന്നതിനും പകൽ വീട് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതിനുമായാണ് ബിരിയാണി ചലഞ്ച്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഡൽഹി എയിംസ് ആശുപത്രിയിലാണ് യെച്ചൂരിയെ പ്രവേശിപ്പിച്ചത്. നിലവിൽ അദ്ദേഹം അത്യാഹിത വിഭാഗത്തിൽ തുടരുകയാണ്. വയനാട് ജില്ലാ പോലീസ് മേധാവിയായി തപോഷ് ബസുമതാരി ചുമതലയേറ്റു. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായി സ്ഥലം മാറിയ ടി നാരായണന് പകരമാണ് തപോഷ് ബസുമതാരി നിയമിതനായത്. സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് SP, കൽപ്പറ്റ, ഇരട്ടി എന്നിവിടങ്ങളിൽ ASP ആയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആസാം ഗുവാഹത്തി സ്വദേശിയാണ്. കോട്ടയം ചങ്ങനാശ്ശേരി അതിരൂപത ചാസ് ഫാത്തിമാപുരം സോഷ്യൽ സർവീസ് ട്രസ്റ്റിന്റെ വാർഷികവും പൊതുസമ്മേളനവും പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു. അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫാത്തിമാപുരം പള്ളി വികാരി റവറന്റ് ഡോക്ടർ സേവ്യർ J പുത്തൻകളം അധ്യക്ഷത വഹിച്ചു. ബംഗാളിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ PG ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധവുമായി കൊല്ലം വിദ്യാർത്ഥി യുവജന മഹിളാ സംഘടന. പ്രതിഷേധ യോഗം കൊല്ലം മേയറും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ പ്രസന്ന ഏണസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സംഭവത്തിലെ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് പ്രസന്ന ഏണസ്റ്റ് ആവശ്യപ്പെട്ടു. കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. മന്ത്രി ദർശനത്തിനെത്തിയത് പത്നിക്കൊപ്പം. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, DAKS മായാദേവി, അസിസ്റ്റന്റ് മാനേജർ KK സുഭാഷ് എന്നിവർ കേന്ദ്രമന്ത്രിയെ സ്വീകരിച്ചു. ദേവസ്വം ആനത്താവളമായ പുന്നത്തൂർ, കോട്ടയം സന്ദർശിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത്. അബുദാബിയിലെ വാഹനാപകടത്തിൽ മലയാളി മരിച്ചു. തൃശൂർ സ്വദേശി പ്രണവാണ് മരിച്ചത്. ബിയാസ് പാലത്തിന് സമീപത്ത് വെച്ച് പ്രണവ് സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനം 23 മുതൽ ആരംഭിക്കും. 3 പതിറ്റാണ്ടിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ യുക്രൈൻ സന്ദർശനമാണിത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി മോദി ചർച്ച നടത്തും.